ആൻഡ് ദീപാസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്, സഹദേവ മന്ദിരം, ഓലകെട്ടിയമ്പലം, പി ഒ മാവേലിക്കര, ഭരണിക്കാവ് വില്ലേജ്, പള്ളിക്കൽ നടുവിലെ മുറി. നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ പ്രോപ്പർട്ടിയുടെ ഇതുമെല്ലാം കാണിച്ചു തരാം. എൻ്റെ ടാക്സ് റെസീപ്റ്റ് എന്ന് പറയുന്നത് ഇന്നലെയും കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഡിവോഴ്സ്ഡാണ്. ഇങ്ങനെ നടക്കുകയാണ്, എന്നെക്കുറിച്ച് കഥ ഉണ്ടാക്കുക, പല പല വേലകളിലുള്ള കഥകൾ, പല എന്താ പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും കടയിൽ പോയ എവിടേക്കോ പോകുന്നതാണെന്ന് കഥകൾ. ഞാൻ ഇന്നലെ എൻ്റെ ഫോൺ ശരിയാക്കാൻ പോയതാണ്, അല്ലാതെ വേറെ എങ്ങും പോയതല്ല. അപ്പോഴത്തേനും കഥകളൊക്കെ ഉണ്ടാക്കി കളയും, എവിടെയോ പോയി, അങ്ങനത്തെ പല പല കഥകളാണ്. പിന്നെ അന്നേ നമ്മുടെ ഓൺലൈൻകാർ വരത്തുള്ളൂ. എന്തൊക്കെ കഥകളാണ് ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇങ്ങനെ പല രീതി സെറ്റിങ്സ് ഒക്കെയാണ് ഇവന്മാർ. നമ്മളുടെ സംഭാഷണങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുക, അതിനനുസരിച്ചാണ് കുറേ അവന്മാരും കൂടെ ഡ്രാമയുമായിട്ട് നടക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ തലയിലോട്ട് ലേസർ അടിക്കുക, എപ്പോഴും നമ്മുടെ മുഖത്തോട്ടും തലയിലോട്ടും ലേസർ അടിക്കുക. രാത്രി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഫോസ്ഫറസിൻ്റെ മണമുള്ള പോയിസണസ് ഗ്യാസാണ് നമ്മുടെ മുഖത്തോട്ട് അടിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഭയങ്കര മീഥൈൽ ഐസോസൈനേറ്റ് ഓർഗാനോ ഫോസ്ഫേറ്റ്സ് എന്നൊക്കെ പറയുന്ന ഭയങ്കര മാരകമായ വിഷമാണ് നമ്മുടെ സ്കിന്ന് ബേൺ ആക്കാൻ വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്മാർ. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവന്മാരെ കൊണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലാണ്, പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നാലും നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കുന്നത് മെയിൻ ഇതായിട്ട് മാറിയിരിക്കുക. ആരാണ്ടൊക്കെ ഇവിടെ വരുന്നു, ഇങ്ങനെ നമ്മുടെ ഗേറ്റിൽ ഇങ്ങനെ വന്നങ്ങ് തൂങ്ങുക ഓരോ അവന്മാർ. ഒരു കാര്യവും ഇല്ല, ഇങ്ങനെ വന്ന് തൂങ്ങുക, നമ്മുടെ ഗേറ്റിൻ്റെ മുന്നിൽ സൈക്കിൾ വെക്കുക. വേറെ എങ്ങും ഞാൻ പല വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്നു, ആർക്കും സൈക്കിളും വെക്കേണ്ട, ഒന്നും വെക്കേണ്ട. നമ്മുടെ വീടിൻ്റെ മുന്നിൽ മാത്രം വരുമ്പോൾ സൈക്കിൾ വെക്കണം, അങ്ങനെ യൂ ടേൺ എടുക്കുക, അങ്ങനെ പല പല വേലകളുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഭയങ്കര ക്യാമറ എഡിറ്റിംഗ് നടത്താൻ നോക്കുക, അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്കും. പിന്നെ നമ്മളെക്കുറിച്ച് അങ്ങ് കഥകളുണ്ടാക്കുക. പിന്നെ നമ്മൾക്ക് ഇവന്മാർ ഉദ്ദേശിക്കുന്നവരുടെ കൂടെ നമ്മളങ്ങ് ജീവിക്കണം, നമ്മൾ ആരെയോ കെട്ടിയെന്നൊക്കെ വരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെച്ച് അവന്മാരെയൊക്കെ വെച്ച് നമ്മുടെ കാശും മുതലും ഒക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. എനിക്ക് പാർട്ട്ണറുണ്ട്, അദ്ദേഹം രാജസ്ഥാനിയാണ്, ഇവിടെ ഇല്ല, ദില്ലിയിലാണ്. എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ എപ്പോഴും പറയുന്നുണ്ട്, ഇത് തെളിവായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഒന്നും ഒരവനെയും നമുക്കറിയത്തില്ല, ഒരവനെയും നമ്മൾ വിളിക്കാറുമില്ല. നമ്മളിങ്ങനെ കടയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുക, കുറേ അവന്മാരും കൊച്ചും തന്തയുമായിട്ടൊക്കെ ഇങ്ങനെ പല പല ഡ്രാമകളായിട്ട് നടക്കുക. ഇങ്ങനെ നമുക്ക് ഇവന്മാരെ ഒന്നും അറിയത്തുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വരികയും ചെയ്തു, ബസ്സിനാണ് പോയതും വന്നതും എല്ലാത്തിനും തെളിവ് ഞാൻ ഉണ്ടാക്കിയിടുന്നുണ്ട്. ഇവന്മാരുടെ സകല കള്ളത്തരങ്ങളും നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഇതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അങ്ങനെയുള്ള പല പല വ്യക്തികളെയും ഇങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന പോലെ ഹണി ട്രാപ്പൊക്കെയാണ് ഇതുമെല്ലാം. അത് തിരിച്ചും അങ്ങനെ ആണുങ്ങൾ പെണ്ണുങ്ങളെയും ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങൾ ആണുങ്ങളെ ഹണി ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ കരിയർ ലോസ്റ്റ് ആക്കാനും ഇതൊക്കെ ഗൂഢമായിട്ടുള്ള സംഗതികളാണ്. ഇവളുമാരെയൊക്കെ ശരിക്കും പിടിക്കണം, ഇവന്മാരെ എല്ലാം പിടിച്ച് നല്ല ശരിക്ക് ചോദ്യം ചെയ്യണം. ഇത് ചുമ്മാ അതിജീവിത എന്നൊന്നും പറഞ്ഞ് വിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇത് അതിജീവിതയൊന്നുമല്ല, അഹങ്കാരമാണ്. ഇവളുമാർക്ക് ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇപ്പം എല്ലാം നിർത്തി. ഇപ്പം ഇലക്ഷന് മുമ്പ് അങ്ങ് ഭയങ്കര പ്രചരണമായിരുന്നു. ഇതിനെയൊക്കെ